സുഹൃത്തുക്കളെ, അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ പല വിക്കറ്റുകളും വീണു തുടങ്ങി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തായിരുന്ന രഞ്ജിത്ത് രാജിവെച്ചു. തൊട്ടിപ്പുറത്ത് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു. അങ്ങനെ പല ചർച്ചകളും നടക്കുന്നു. പല വെളിപ്പെടുത്തലുകൾ പിന്നെയും പിന്നെയും ഉണ്ടായി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഷാജി എൻ കരുണിനെതിരെ പോലും അദ്ദേഹം ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സിനിമ നിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളിൽ പല സഹകരണവും ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള, അതായത് അവിടെ ഒരു ആധിപത്യത്തോടു കൂടി പെരുമാറി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അതിൻ്റെ രണ്ട് വനിതാ സംവിധായകർ ഉയർത്തുന്നത്. അങ്ങനെ പലതരത്തിൽ, അത് ലൈംഗിക ആരോപണമല്ല, അങ്ങനെ പല ലൈംഗിക ആരോപണങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ചർച്ചകൾക്കൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി സംസാരിച്ച, അല്ലെ അമ്മയെ വിമർശിച്ചുകൊണ്ടും അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടും ഒക്കെ സംസാരിച്ച ജയൻ ചേർത്തല, വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്കെതിരെ വരെ ആരോപണം ഉന്നയിക്കുന്നു ഒരു യുവതി. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. മലയാളികളാകെ ഞെട്ടിയിരിക്കുന്നു എന്നൊക്കെ ഒരു പരിധിവരെ പറയാം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത് ഒരു രസമുള്ള കാഴ്ചയായി മാറുന്നു. കാരണം സിനിമാ താരങ്ങൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ അവർക്കെതിരെ പല ആരോപണങ്ങളും വരുമ്പോൾ അതിലൊക്കെ ഒരു കൗതുക കാഴ്ചകളുണ്ട്. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് എന്നുള്ളതാണ്. ടെലിവിഷൻ ചാനലുകളുടെ ഒരു വ്യൂവർഷിപ്പൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകൾ ആകാംക്ഷയോടെ ഓരോ ദിവസവും വാർത്തകളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലും വലിയ ആഘോഷങ്ങൾ നടക്കുന്നു, വിക്കറ്റ് വീണു എന്നൊക്കെയുള്ളത്. പക്ഷെ ഒരു പരിധിവരെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതെന്തെങ്കിലും സംഭവിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്ത് നടപടി എന്ന് പറയുമ്പോൾ വളരെ കുറേ ദിവസങ്ങളെടുത്ത് സർക്കാർ ആലോചിച്ച് സ്പർജൻ കുമാർ, പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ നിരവധി വനിതാ ഉന്നത IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരാതികൾ പരിശോധിക്കാൻ ഒരു സംഘത്തെ പോലീസ് നിയോഗിച്ചു. അതായത് സർക്കാരായിരുന്നു ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലുള്ളത്. സർക്കാർ ഇതിലൊരു നടപടിയും എടുക്കുന്നില്ല, റിപ്പോർട്ട് തന്നെ ഇതാ വന്നിട്ടും നിങ്ങളൊന്നും എടുക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ടീമിനെ തന്നെ സർക്കാർ നിരത്തുന്നു. സർക്കാരിൻ്റെ തലയിൽ നിന്ന് ഈ വിഷയം ഇറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത്തരം ചില നീക്കങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ചിന്തിക്കുമ്പോൾ ഇനി എന്തെങ്കിലും നടക്കുമോ എന്ന് ചിന്തിച്ചാൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ആളുകൾ നേരിട്ട് ചോദിക്കുകയോ, ഇത്തരം ആളുകൾ ഒന്ന് ഭയപ്പെടുന്നുണ്ടാകാം. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പുരുഷന്മാർ ഒന്ന് ഭയപ്പെടുന്നുണ്ടാകാം. പക്ഷേ ഇത് അവസാനിക്കുമോ? ഈ കേസുകൾ എന്താ? ഇപ്പോൾ സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും പറഞ്ഞ കേസുകൾ എന്താകും? ഒരു ജയൻ ചേർത്തലയ്ക്കെതിരെ വരുന്ന പരാതി, നിങ്ങളെ ഇങ്ങനെയൊന്ന് ചെയ്യാൻ തോന്നുന്നു, സിനിമയിലെ രംഗം പോലെ തന്നെ എന്ന് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നടി, അന്ന് അഭിനയിച്ച നടി പറയുന്നത്. എന്തായാലും രഞ്ജി പണിക്കറാണ് ഈ വിഷയത്തിൽ ഒരു കാര്യം അതിശക്തമായി ഒരു സിനിമാ രംഗത്ത് നിന്ന് ഏറ്റവും സ്ട്രോങ് ആയ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഈ സിനിമയിൽ ഇത്തരം കുറ്റാരോപിതരാണവർ, അവരെ എവിടെ മാറ്റി നിർത്താൻ കഴിയും? നിങ്ങൾ രാജ്യം വിടണം എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് അവരുടെ സിനിമകളെ വേണമെങ്കിൽ ബഹിഷ്കരിക്കാം. അതിനപ്പുറത്തേക്ക് അവർ കൂടി ഉൾപ്പെടുന്നതാണ് ഈ സമൂഹം എന്ന നിലയിൽ ഒരു കൃത്യമായ നിലപാട് തീർച്ചയായും ഇതിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ്. നിയമപരമായ നടപടികൾ നേരിടേണ്ടവർ നിയമപരമായ നടപടികൾ നേരിടട്ടെ. അതിനപ്പുറത്തേക്ക് ഇതൊരു ചെളിവാരി എറിയലും ചിലരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമവുമായി ഇത് അവസാനിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകൾ ഒക്കെ തന്നെയും അവരുടെ ആ നിലപാടിനെ ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ അവരാരും നിയമപരമായ നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ടെലിവിഷൻ ചാനലുകളുടെ ഫ്ലോറിൽ വന്നിരുന്നു കൊണ്ട് മണിക്കൂറുകളോളം സംസാരിക്കുന്നു, അതിനുള്ളിൽ വിതുമ്പുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു പരാതി കൊടുത്തുകൊണ്ട് കൂടുതൽ അന്വേഷണം. ഇപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ഇതേ ആരോപണം ഉന്നയിച്ചതാണ്. അപ്പോൾ പോലീസ് ഇതിലൊന്നും ചെയ്തില്ലേ എന്നൊക്കെയുള്ള ആരോപണം പ്രതിപക്ഷത്ത് നിന്നും കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ആരോപണം നേരത്തെ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തില്ല? ഇപ്പോൾ ആ പെൺകുട്ടി വീണ്ടും പരാതി പറയുമ്പോൾ അത് അവൾ ഇനിയൊരിക്കൽ കൂടി പോലീസിനെ സമീപിക്കാനോ ഒന്നിനും ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംവിധാനത്തുള്ളൊരു വിശ്വാസ്യത ഇല്ലായ്മ കൂടിയായി മാറുന്നുണ്ടല്ലോ എന്ന കാര്യമാണ് കേട്ടത്. പ്രതിപക്ഷ സ്ഥലത്ത് നിന്ന് അത് വല്ലാതെ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ വന്ന
വെളിപ്പെടുത്തലുകളൊന്നും തന്നെ നമുക്ക് കുറേ പേരെക്കുറിച്ച് അറിയാം, അവർക്ക് കുറച്ചൊരു നാണക്കേട് വരുന്നതായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി എന്നല്ലാതെ ക്രിമിനൽ നടപടിക്രമം പ്രകാരം എന്തെങ്കിലും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പലരും പല വെളിപ്പെടുത്തലുകളും അതിൽ നടത്തി. അതിൽ ഈ മൊഴികൾ കൊടുത്തവർ തന്നെ തൻ്റെ പേര് പുറത്ത് പറയരുത് എന്ന് പറയുമ്പോൾ ഫലത്തിൽ അവർ നിയമപരമായ നടപടിക്ക് ഇറങ്ങാനും തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ ഈ പോക്സോ കേസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിലൊരു പക്ഷേ സിദ്ദിഖിനെതിരായ കേസിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കും സ്വമേധയാ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പരാതി മൊഴി നൽകിയവർ സഹകരിക്കാതെ പിന്നെ എന്താണ് ഇതിൽ സംഭവിക്കുക? ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു അവസ്ഥ എന്നു മാത്രം പറയേണ്ടി വരും. കുറച്ച് ദിവസങ്ങളിൽ ചാനലുകളിൽ പലരും സംസാരിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായ നടപടിക്രമങ്ങളിലേക്കൊന്നും പോകില്ല. ഇനി മാത്രമല്ല, ഇത്രയും വർഷം പഴക്കമുള്ള ഈ സിദ്ദിഖിനും രഞ്ജിത്തിനും എതിരെയൊക്കെയുള്ള ആരോപണങ്ങളിൽ അതിൽ എവിഡൻസ് എന്നുള്ളത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി ഹാജരാക്കാനോ എന്തെങ്കിലും ദൃക്സാക്ഷി മൊഴികളോ ഒന്നും ഇനി ഹാജരാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ വലിയ മൊഴികൾ നൽകിയിട്ടുള്ള കാര്യപ്പെട്ട WCC അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ ഭാഗത്തു നിന്നും ഈ ലൈംഗിക പീഡനം അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യമായ പരാതികൾ പോലീസിന് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെങ്കിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആരും തയ്യാറാകുന്ന സാഹചര്യമല്ല ഇതുവരെ എന്തായാലും ഉള്ളത്. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിധിവരെ ഇത്തരം വിഷയങ്ങളിൽ ഒരു സൈഡിൽ കൂടി പലരും അഭിപ്രായം പറഞ്ഞും പല വെളിപ്പെടുത്തലുകളും നടത്തിയും പോകും എന്നല്ലാതെ ഒരുപക്ഷെ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും നടിമാരോ അങ്ങനെ ആരും തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് പോലും ആരും അങ്ങനെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഇതൊരു പൊതുസംഭവമായി ഉയർന്നു വരുന്നില്ല, ഉയർന്നു വന്നിട്ടില്ല എന്ന് വേണം. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള അത് മലയാളികൾ നേരത്തെയും കേട്ടിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള കാര്യപ്പെട്ട ഒരു നടപടിയിലേക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടാകേണ്ട സമയം ഏതാണ്ട് കഴിയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനി ഏതെങ്കിലുമൊക്കെ നടിമാർ വന്ന് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളോ അത്തരത്തിലുള്ളവർ വന്ന് സംസാരിച്ച് പോകും എന്നുള്ളതിനപ്പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ നാണം കെടുത്താവുന്ന ഒരു വിഷയത്തിലേക്ക് ഇത് അവസാനിക്കുന്ന നില മാത്രമായിരിക്കും ഉണ്ടാകുക. എന്തായാലും ആകെയുള്ളൊരു ഗുണം ഇത് കണ്ടുകൊണ്ടെങ്കിലും ഇനി പേടിച്ചുകൊണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന റേപ്പ് വാതിൽ തട്ടി വിളിക്കുന്ന പരിപാടിയിലേക്കൊന്നും ഇനി പോകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഒരു പരിധിവരെ ഒരു രാഷ്ട്രീയ നാടകമായി അവസാനിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷത്തിന് ഒരു പരിധിവരെ ഒരു ആയുധമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ ഒന്നും ചെയ്തില്ല, സർക്കാർ വേണ്ട സപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് പറയാൻ കഴിയും. സർക്കാർ തൽക്കാലം ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അവരും കുറേ പരിശോധന നടത്തിക്കൊണ്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് ഈ വിഷയം അവസാനിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്തെങ്കിലും കാര്യപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകുമോ? നിങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.